കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറിനെ വിളിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പ്രോബ്ലം, അദ്ദേഹത്തിന്റെ സർവീസുകൾ, അദ്ദേഹത്തിന്റെ കുറച്ച് പ്രൊഡക്ട്സുകളുണ്ട് അദ്ദേഹത്തിന് മാനുഫാക്ചർ ചെയ്യുന്ന, അത് കുറച്ച് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് വഴിയാണ് അദ്ദേഹം വാട്സപ്പിലൂടെ ആളുകൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന് അത് സാധിക്കുന്നില്ല എന്നുള്ള ഒരു കൺസേണുമായിട്ട് അദ്ദേഹം വിളിച്ചിരുന്നു. ശരിക്കും വാട്സപ്പ് അതിന്റെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതിന് കുറച്ചധികം ലിമിറ്റേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കറിയാം ഒരുപാട് സ്പാം മെസ്സേജസും അല്ലെങ്കിൽ നമുക്ക് അറിയത്തില്ലാത്ത നമ്പേഴ്സും ഒക്കെ നമുക്ക് മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പൊ അതിനൊരു ലിമിറ്റേഷൻസ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ് ബ്രോഡ്കാസ്റ്റ് ലിമിറ്റ്. 35 മെസ്സേജാണ് ഒരു മാസത്തിൽ നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കുക. അതിന് മുകളിലേക്ക് അയക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പെയ്ഡ് ആയിട്ടുള്ള വാട്സപ്പിൽ പൈസ കൊടുത്തിട്ട് നമുക്ക് മെസ്സേജുകൾ സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇന്ത്യയിലെ ടാക്സും മറ്റു കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 98 പൈസ എന്നുള്ള ഒരു കണക്കാണ് ഇപ്പോൾ അത് ചാർജ് ഈടാക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് കുറച്ച് കൂടുതലായിട്ട് ആധികാരികമായി നിങ്ങൾക്ക് മെസ്സേജുകൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യണം, നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ കൂടുതൽ സെല് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, വാട്സപ്പ് വഴി നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ API ടൂളുകൾ. ഏതെങ്കിലും ഒരു API ടൂളുകൾ, വാട്സപ്പ് API ടൂളുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വാട്സപ്പ് മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങളും കമന്റുകളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.